ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. രാജ്യവികസനത്തിൽ നിർണായക സംഭാവന നൽകാൻ വടക്കു കിഴക്കൻ മേഖലയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21ാം നൂറ്റാണ്ട് കിഴക്കിനും ഏഷ്യയ്ക്കും ഇന്ത്യക്കുമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അഷ്ടലക്ഷ്മി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ദൌത്യത്തിന് ഊർജം പകരുന്നതിനും വടക്കു കിഴക്കൻ മേഖലയിൽ വികസനത്തിന്റെ പുത്തൻ അധ്യായം കുറിക്കാനും അഷ്ടലക്ഷ്മി മഹോത്സവത്തിന് സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ BJP MP നിഷികാന്ത് ദുബെ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം രൂക്ഷമായത്. രാജ്യസഭയിൽ കോൺഗ്രസ് MP അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടെടുത്ത സംഭവത്തിൽ ട്രഷറി അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും പിരിഞ്ഞു. രാജ്യത്തുടനീളം 85 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും കർണാടകയിലെ ശിവമോഗയിൽ നിലവിലുള്ള കേന്ദ്രീയ വിദ്യാലയം വിപുലീകരിക്കുന്നതിനും കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. ഇതിലൂടെ 82,560 വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കഴിയുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നവോദയ വിദ്യാലയ പദ്ധതിയിലൂടെ 28 പുതിയ നവോദയ വിദ്യാലയങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് നാശം വിതച്ച തമിഴ്നാടിന് 944 കോടിയുടെ കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദുരന്തം വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘത്തെ തമിഴ്നാട്ടിലേക്കും പുതുച്ചേരിയിലേക്കും അയക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ആംഗ്യഭാഷയിലെ PM-E വിദ്യ DTH ചാനൽ വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കി. ആംഗ്യഭാഷ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ചാനൽ പുറത്തിറക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വികസനം സാധ്യമാക്കാനും ആശയവിനിമയത്തിനിടയിലെ വിടവ് നികത്താനും ചാനൽ സഹായകമാകും. ഉത്തർപ്രദേശിലെ കനൌജിലുണ്ടായ വാഹനാപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ദുരിതബാധിതർക്ക് പ്രാദേശിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. കേരളത്തിലെ ദേശീയപാതാ വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ വളരെ അനുകൂലമായ സമീപനമാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാതാ വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. അടുത്ത സാമ്പത്തിക വർഷം യൂണിറ്റിന് 12 പൈസ കൂടി വർദ്ധിപ്പിക്കും. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാന വ്യാപകമായി UDF പ്രക്ഷോഭം നടത്തുമെന്ന് അറിയിച്ചു. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായ 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. രാജ്യത്തെ 347 ജില്ലകളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ പത്തനംതിട്ടയിൽ നിർവഹിക്കും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഉപാധികളോടെ ജാമ്യം. തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ രാവിലെ ഹാജരായ സിദ്ദിഖിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ വൻ തിരക്ക്. 53,000-ലേറെ തീർത്ഥാടകരാണ് ഇന്നുച്ചയ്ക്ക് 2 മണിവരെ ദർശനം നടത്തിയത്. സുഗമമായ തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനായി പോലീസിന്റെ 3ാമത്തെ ബാച്ച് സന്നിധാനത്ത് ഇന്ന് ചുമതലയേറ്റു. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC മുഹമ്മദൻ SCയെ നേരിടുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം പുരോഗമിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.